ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് പറയാൻ പോണത് ഞാൻ തയ്ച്ച രണ്ട് ഉടുപ്പിനെ കുറിച്ചാണ്. നമുക്ക് ആ ഉടുപ്പ് ഒന്ന് കണ്ടാലോ. ഇതാണ് ഉടുപ്പ് ഞാൻ തയ്ച്ചത്. ഇത് സാറ്റന്റെ തുണിയാണ്. കട്ടിയുള്ള സാറ്റൻ ആയിരിക്കണം, എന്നാലും ബോക്സ് പ്ലീറ്റ് ഇട്ടാൽ ഇതുപോലെ ഭംഗിക്ക് കിടക്കുള്ളൂ. ഇതിന്റെ ഈ കളർ തന്നെ ഒരു എംബ്രോയിഡറി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം കൈ ആണെങ്കിൽ അലാസ്റ്റിക് ഇട്ട് തയ്ച്ചേക്കുന്നത് കുഞ്ഞി പഫ് കൈയാണ്. നല്ല ഭംഗിയായിരിക്കും പിള്ളേർക്ക്. അതുപോലെ ഇവിടെ ഒരു ഫ്രില്ല് ഇട്ട് കൊടുത്ത ബോക്സ് പ്ലീറ്റ് പോലെ തന്നെ ഒരു ഫ്രില്ല് ഫ്രണ്ട് ഭാഗം യോക്കുമ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പിള്ളേരുടെ വണ്ണം അനുസരിച്ച് വലിച്ചു കെട്ടാൻ വള്ളിയും വെച്ച് കെടുത്തിട്ടുണ്ട്. ബോയാകുമ്പോൾ വലിച്ചു കെട്ടാൻ പറ്റില്ല, പിള്ളേരുടെ വണ്ണത്തിനനുസരിച്ച് കെട്ടാം. അപ്പം അതെ സിബൊക്കെ വെച്ച് കിടാങ്ങൾക്ക് എളുപ്പത്തിലിടാൻ വേണ്ടി 2 വയസ്സുള്ള കിടാങ്ങൾക്ക് ഇത് പാകമാകും. ഇത് ഞാൻ രണ്ടാമത് തയ്ച്ചൊരു ഉടുപ്പാണ്. സാറ്റൻ തന്നെ, നല്ല കട്ടിയുള്ള സാറ്റനാണ്. അതേ ഡിസൈൻ ആണെങ്കിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. കൈ കുഞ്ഞു കൊച്ചായതുകൊണ്ട് ഫ്രില്ലിട്ടിങ്ങനെ ഒന്ന് പറന്നിരിക്കുന്ന വിധത്തിലാക്കി. അത് ഇവിടെ എംബ്രോയിഡറി കൊടുത്തില്ല. അതെ ബാക്കിൽ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സിബുണ്ട്, കണ്ട. ഇത് 1 വയസ്സായ കൊച്ചിന് പറ്റും. അതുപോലെ അതിനൊരു ചെറിയ ക്യാപ്പും തയ്ച്ചു കൊടുത്ത്. അതെ അപ്പോൾ കൊച്ചുകാങ്ങൾക്ക് നല്ലൊരു ഭംഗിയായിരിക്കും ഇതിട്ടാൽ. നല്ലൊരു കളറുമാണ്. ഞാൻ തയ്ച്ച ഉടുപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. അപ്പം ഇനി ഇതുപോലത്തെ ഉടുപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്ത് ഇതുപോലെ തയ്ച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ പറയണ മോഡലായാലും അല്ലാത്ത മോഡലായാലും ഞാൻ തയ്ച്ചു തരും. ചെറിയ പിള്ളേർക്കും വലിയ പിള്ളേർക്കൊക്കെ തയ്ച്ചു തരും. നിങ്ങൾക്ക് ആവശ്യമൊക്കെ ഇതുപോലെയൊക്കെ തയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തേക്കാം. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.